അപ്പോ ഡീഹൈഡ്രേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പോ ഇങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അങ്കിൾ വിൽ നോട്ട് ഗെറ്റ് ഡീഹൈഡ്രേറ്റഡ്. വാട്ടർ മെലൺ കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് ഡീഹൈഡ്രേറ്റ് ആവില്ല. വെള്ളം കുടിക്കുന്ന പേരെ നമുക്ക് വാട്ടർ മെലൺ കഴിച്ചാൽ ഓക്കെയാണ്. മനസ്സിലായോ? വെള്ളം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ മെലന്റെ പീസ് കഴിച്ചാൽ ഗുഡ് ആണ്. വി വിൽ ഫീൽ ഡീഹൈഡ്രേറ്റഡ് ആയി തോന്നില്ല. ഫസ്റ്റ് പോയിന്റ്. പിന്നെ ചിക്കൻ, മട്ടൻ, അൽഫാം, മന്തി, കുന്തി എല്ലാം തിന്നില്ലേ? എല്ലാം തിന്നുവോ? എല്ലാം തിന്ന ശേഷം വയറ്റിലുണ്ടാവും വേദനിക്കും. അയ്യോ വേദനിക്കുന്നു. വൈ? ഡൈജഷൻ ആവില്ല. നമുക്ക് ഡൈജഷൻ ആവില്ല. അപ്പൊ കുമ്പയില് ഡൈജഷൻ ആവില്ലെങ്കിൽ ഡൈജഷൻ ആവാൻ വേണ്ടിട്ട് നമ്മൾ എന്താ തിന്നുക? വാട്ടർ മെലൺ. അപ്പൊ ഈ ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഒരു വാട്ടർ മെലൺ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ എന്താവും? ഫുഡ് ഡൈജസ്റ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പൊ ആഹാരം കഴിച്ച ശേഷമാണ് വാട്ടർ മെലൺ കഴിക്കേണ്ടത്, മുമ്പ് കഴിക്കാൻ പാടില്ല. ഡൈജഷൻ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ചിലവർ തടിച്ചിരുന്ന ബൊമ്മനാവില്ലേ ജോർജ്? ബൊമ്മനാവില്ലേ കുമ്പയൊക്കെ വലുതായിട്ട്? അപ്പൊ മെലിഞ്ഞാവാൻ വേണ്ടി മെലിയാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? വാട്ടർ മെലൺ കഴിക്കുക. അപ്പൊ വാട്ടർ മെലൺ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കമ്മിയാവും. വാട്ടർ മെലൺ കഴിച്ചു കഴിഞ്ഞാൽ താനിയ വെയിറ്റ് കമ്മിയാവും. വെയിറ്റ് എന്താവും? കമ്മിയാവും. വാട്ടർ മെലൺ കഴിച്ചപ്പോ തന്നെ എന്റെ വെയിറ്റ് അല്ലെങ്കിലേ കമ്മിയാണ്. ഓക്കെ. അതുമാതിരി തന്നെ ഇവിടെ എന്താ നമ്മളുടെ ഉള്ളത്? ബോഡിയുടെ ഹാർട്ട്. വെയിറ്റ് കമ്മിയാവും. ഇതാണ് ഹാർട്ട്. അപ്പൊ ചിലവർക്ക് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടാവും. അങ്കിൾക്ക് ചെറിയൊരു പ്രശ്നം ഒന്നുണ്ടായിരുന്നു ഹാർട്ടിന്റെ. മനസ്സിലായില്ലേ? അപ്പൊ ജോർജിന്റെ അച്ഛനായിരുന്നു അങ്കിളെ ട്രീറ്റ് ചെയ്തത്. ഹാർട്ടിന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ഹാർട്ടിന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നല്ലത് എന്താണ്? വാട്ടർ മെലൺ. അപ്പൊ ഹാർട്ട് പ്രോബ്ലംസിനും വാട്ടർ മെലൺ നല്ലതാണ്. പിന്നെ ചിലവർക്ക് ക്യാൻസർ പറഞ്ഞൊരു സൂക്കട് ഉണ്ടാവും. ടീച്ചേഴ്സ് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുകയാണ്. ക്യാൻസറിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എന്താ കഴിക്കുക സാധാരണ? പിന്നെ നമ്മൾ വീണില്ലേ? വീണ് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ എന്താവും? സ്വെല്ലിങ്ങോ? ഇവിടെ മുഴുവൻ വീങ്ങും, കൈ വീങ്ങും. ചിലർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ആവില്ല, മുഖം വീങ്ങില്ല. അപ്പൊ ഈ വീക്കത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ കമ്മിയാക്കാൻ വേണ്ടി നമ്മൾ എന്താ കഴിക്കുക? അതേമാതിരി തന്നെ സ്കിൻ. ഈ പെണ്ണുങ്ങൾ വെറുതെ ഇങ്ങനെ ക്രീമൊക്കെ തേക്കില്ല വെളുക്കാൻ വേണ്ടിയിട്ട്, ചന്തമാവാൻ വേണ്ടിയിട്ട്. റിഹാനി ക്രീം തേക്കണ കണ്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെയാണ് ക്രീം തേക്കില്ലേ? ഈ സ്കിന്ന് നന്നാക്കണമെങ്കിൽ ക്രീം വേണ്ട. സ്കിന്ന് നന്നാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ കഴിക്കേണ്ടത്? വെരി ഗുഡ്. പിന്നെ ഇതെന്താ പറയാ? ഇതെന്താണിത്? മസിൽ. ഇതെന്താ പറയാ? ചിലപ്പോ മസിലിന് പെയിൻ ഉണ്ടാവും. അയ്യോ മസിൽ വേദനിക്കുന്നു പറയില്ലേ? So we normally sometimes have muscle ache or muscle pain. Muscle pain ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ എന്താ കഴിക്കേണ്ടത്? Very good. അതേമാതിരി തന്നെ വാട്ടർ മെലണില് ഇതിന്റെ ഉള്ളിൽ നമ്മൾ കഴിക്കുമ്പോ ചെറിയ ചെറിയ കുരു ഉണ്ടാവും. ജനനി കുരുവിന്റെ കളർ എന്താണ് വാട്ടർ മെലന്റെ? വെരി ഗുഡ്. ആ കുരു ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ന്യൂട്രിയൻസ് കിട്ടും. മനസ്സിലായില്ലേ? കുറെ ന്യൂട്രിയൻസ് കിട്ടും. അതേമാതിരി തന്നെ കുറെ വിറ്റമിൻസ്, കുറെ മിനറൽസ് ഉള്ള സാധനമാണ്. അപ്പൊ നമുക്കിത് തുറക്കണ്ടേ? കട്ട് ചെയ്യണ്ടേ? അപ്പൊ എല്ലാവരും 1, 2, 3 പറഞ്ഞ അങ്ങള് കട്ട് ചെയ്യും.